എന്താ കാണിക്കുന്നത്? അല്ലല്ല, ഒന്നുമില്ല. പുറത്താരെങ്കിലും ഉണ്ടോ നോക്കിയതാ. ഇന്നലെ ഇവിടെ ആരാ വന്ന മാളവിക? ആര് വന്നു? എത്രയോ പേര് വരുന്ന കഫേയാ. ഞാൻ എങ്ങനെ ഇതൊക്കെ ഓർക്കാൻ? പിന്നെ ഭയങ്കര തിരക്കുള്ള കഫേ ആണല്ലോ. ഒരുമാതിരി വൃത്തികേട് കാണിക്കല്ലേ? 52 വയസ്സായി. ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്. നീ ഞാൻ കണ്ണടച്ചേക്ക്. ആഹാ, എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴേ 52ാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണോ? നീ ഇത്രയും നേരം എവിടെയായിരുന്നു? എന്താ ലേറ്റ് ആയേ? അത് പിന്നെ അല്ല, നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇല്ല. എന്താ? അങ്ങനെ ഓർക്കാൻ വഴിയില്ലല്ലോ. നീ എന്നോട് കർഷിപ്പിക്കാൻ തുടങ്ങിയ? നീ കാര്യം പറ. ഞാൻ വല്ലതും കേക്ക് മുറിക്കാം. കേക്ക് മുറിക്കാം. കേക്കൊക്കെ മുറിക്കാം. നീ വന്നേ. ആദ്യം എന്താ ലേറ്റ് ആയെന്ന് പറ. ആരോടെങ്കിലും സംസാരിച്ചിട്ടില്ലായിരുന്നു? അപ്പൊ ഓർമ്മ വന്നല്ലേ? ഇപ്പൊ ഓർമ്മ വന്നു. പറ നമ്മൾ അതിനാവോ? ഞാൻ അപ്പഴേ പറഞ്ഞില്ല ഇതൊന്നും വേണ്ടെന്ന്. നമുക്ക് കേക്ക് മുറിക്കാം. ഈ 52 എനിക്ക് പറ്റൂല. അത് ഇവിടെ പറ. സീ ഗൈസ്, ടെക്നിക്കലി ഇത് എന്റെ കാലം, എന്റെ കഫേ, എന്റെ കേക്ക്. നമുക്ക് 25. പള്ളി പേപ്പർ എന്ത് ചെയ്യുന്നോ? നീ ഇപ്പൊ പറഞ്ഞ റോഹനല്ലേ, അവനാണെങ്കിൽ സ്കൂൾ കഴിഞ്ഞ് എൻട്രൻസ് എഴുതി പുറത്ത് കയറിയാലോ കോളേജ് പോകും. നീ ആണെങ്കിലും എൻട്രൻസ് റിപ്പീറ്റ് ചെയ്ത് നിന്റെ ഒരു വർഷം പോകും. എന്നിട്ട് അവന്റെ ഇവിടെ ജോലിക്കെങ്കിലും കയറാന്ന് വെച്ചാൽ നീ കാശ് കൊടുത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ കയറിയാൽ നീ അവിടെ സപ്ലൈ അടിച്ചെടുക്കും. അപ്പൊ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്താ എടുത്ത് പറയാൻ പോണേ? നിന്റെ ജീവിതകാലം മൊത്തം നീ വല്ല അടുക്കളയിലായിരിക്കും. ആ അടുക്കളയാണ് ഈ അടുക്കള. മനസ്സിലായോ? നിനക്ക് മാത്രമല്ല സ്പോയിലേഴ്സ് ഉള്ളത്, എനിക്കുണ്ട് സ്പോയിലേഴ്സ്. നീ അവിടെ ആ എൻട്രൻസ് എക്സാമിന്റെ ഹോൾ ടിക്കറ്റ് വെച്ചിട്ടില്ലേ? പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എൻട്രൻസ് എഴുതാൻ പോയില്ലേ? ഈ ഭാവിയും ഭൂതം വർത്താനൊക്കെ ആര് വിളിച്ചാൽ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഒന്നും പോയി തരുമോ? മനുഷ്യന്റെ സമാധാനം കളയാൻ വേണ്ടി. എടി, നിനക്കെന്റെ വില മനസ്സിലാവണമെങ്കിലുണ്ടല്ലോ. ഇതിരി മോങ്ങുന്നേ. ബർത്ത്ഡേക്ക് നീ വീട്ടിൽ പോയി ആഘോഷിക്കാം. വീട്ടിലാൾക്ക് ആഘോഷിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ. മാളൂട്ടി, എനിക്കവിടെ ആരും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങോട്ട് വരുന്നേ. എങ്ങോട്ടും പോണ്ട. നീ വന്നേ. ബർത്ത്ഡേ അന്ന് നിന്നോട് ഞാൻ സത്യം പറയാൻ തുടങ്ങിയത്. പക്ഷെ അന്നാ ഞാൻ റിയലൈസ് ചെയ്ത് റോഹൻ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വലിയ ഫാക്ടറാണ്, പ്രത്യേകിച്ച് മാളൂട്ടിയുടെ. അവളെ കുറ്റം പറയാനും പറ്റില്ല. അച്ഛനും അമ്മയും അടുത്തില്ലാത്തൊരു കുട്ടിക്ക് മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റാൻ ഒരു പെത്തോളജിക്കൽ നീഡുണ്ടാവും.